സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 54, 55, 56 കാളിയമർദ്ദനം 56-ാമത്തോട് കൂടിയിട്ട് കാളിയമർദ്ദനം കഴിയായി. 8-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഭണിവധൂജന ദത്ത മണി പ്രജ്വലിതകാരതുകൂല വിഭൂഷിത. മിന്നിത്തിളങ്ങുന്ന മാല, രത്നം, വസ്ത്രം എന്നിവയാൽ ശോഭിക്കപ്പെട്ട ഭഗവാനെ കാളിയനും കാളിയപത്നിമാരും കണ്ടു. എവിടുന്നാ ഈ വസ്ത്രങ്ങളും ആഭരണങ്ങളും കിട്ടിയത് എന്നാണെങ്കിൽ ഭണിവധൂജനദത്തം, ഈ കാളിയൻ്റെ പത്നിമാരാണ് കൊടുത്തിരിക്കുന്നത്. എവിടുന്ന അപ്പം അതൊക്കെ കിട്ടിയേ പറയുക കേട്ടോ. ഭണിവധൂജനദത്ത, അവരാൽ കൊടുക്കപ്പെട്ട മണിപ്രജ്വലിതഹാരതുകൂല, രത്നസമൂഹം, മുത്തുമാലകൾ, പട്ടുവസ്ത്രങ്ങൾ എന്നിവയാൽ വിഭൂഷിതനായതായ ഭഗവാനെ അവർ കണ്ടു. ഗോപന്മാരും കണ്ടു. തടകതൈ പ്രമദാശ്രുവിമിശ്രിതൈ, രണ്ട് കണ്ണിൽ നിന്നും കണ്ണീരൊഴുക്കി. ഒന്നും പറ്റിയില്ലല്ലോ കാളിയൻ്റെ ഉപദ്രവം കൊണ്ട് എന്നുള്ളത് കൊണ്ടാണ് പ്രമദാശ്രുവിമിശ്രിതൈ. അങ്ങനെ അവരെല്ലാം സർവാഭരണഭൂഷിതനായിട്ടുള്ള കൃഷ്ണനെ കണ്ടു. കൃഷ്ണനെ വർണ്ണിക്കാൻ പുറപ്പെട്ടാണ്ടോ കഴിയണു. നിശി പുനഃതമസാ വ്രജമന്ദിരം വ്രജിതുമക്ഷമയേ ഭജനോത്കരേ. വ്രജമന്ദിരമായ ഗോകുലത്തിലേക്ക് രാത്രി പഞ്ഞ് തിരിച്ച് മടക്കണ്ട, വേറെ വിളിച്ചാൽ അവിടെ കിടക്കുക. ഭഗവാനുടെ ഇപ്പോൾ എവിടെ എന്താ പേടിക്കാനുള്ള, ഭഗവാനുള്ളപ്പോൾ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് അവിടെയാണ് കൂടുക രാത്രി എന്ന് വിചാരിച്ചു. ഇപ്പോൾ കാട്ടുകൂടെ വേണ്ടേ പോവാൻ, അവിടെ കിടന്നു. സ്വപതി തത്ര ഭവച്ചരണാശ്രയേ ദവകൃശാതനുരുന്ധതമന്ദത. കാട്ടുതീ വന്ന് എല്ലാവരും കൃഷ്ണനെ ആശ്രയിച്ചു. അയ്യോ ഭഗവാനെ, കൃഷ്ണ 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 രാമ, കാട്ടുതീത എങ്ങനെ നിന്ന് പുറത്ത് നമ്മൾ രക്ഷപ്പെടും? ചുറ്റും തീ വന്നാലേ അറിയുള്ളൂ, എന്താ ചെയ്യുക? എവിടെ ഓടിയാലും തീയാണ്. പ്രബുദിതാനത പാലയ പാലയേത്യുദയദാർത്തരവാൻ പശുപാലകാൻ അവിതുമാശുപപാദമകാനലം കിമിക ചിത്രമയം ഖലു തേ മുഖം. അത പ്രബുദിതാൻ പാലയ പാലയ ഇതി ഉദയദാർത്തരവാൻ. വളരെ ദുഃഖത്തോടുകൂടി ആർത്തമായ ശബ്ദത്തോടുകൂടി കരഞ്ഞു. അങ്ങനെ കരഞ്ഞവരായ അവരെ പ്രബുദിതാൻ, രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ, കാട്ടുതീയിൽ നിന്ന് രക്ഷിക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പം അവരെ നിലവിളിച്ചു. അത പ്രബുദിതാൻ പാലയ പാലയ ഇതി ഉദയാർത്തരവാൻ. പെട്ടെന്ന് ഉണർന്ന്, പ്രബുദിത ഉണർന്ന്, ഉറക്കമായിരുന്നു അവർ, രാത്രിയാണ് കാട്ടുതീ ഉണ്ടായത്. ഉറങ്ങിയിരുന്ന അവർ ഉണർന്നു. ഉറക്കം ഉണർന്ന അവർ പ്രബുദിതാൻ. അയ്യോ കൃഷ്ണ, കാട്ടുതീയെ കാട്ടുതീയെ, പാലയ പാലയ എന്ന് കരഞ്ഞതായിട്ടുള്ളവരെ പശുപാലകാനാശു അവിധം, രക്ഷിക്കണമല്ലോ, ഭഗവാന്റെ കടമയാണ്. ഗോപന്മാരെ രക്ഷിക്കുവാൻ അവിധം എന്നെ രക്ഷിക്കുക, അവതാരം കൂടി രക്ഷിക്കാനാണ് എന്നാണ്. അവിധം രക്ഷിക്കാനായിക്കൊണ്ട് ത്വം അത മഹാനലം പപാഥ, ഈ വലിയ അഗ്നിയെ തൻ്റെ ഉള്ളിലേക്ക് ആക്കി ഭഗവാൻ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവണേന് ഒരത്ഭുതമില്ല. ഒരാൾ
വലിയ സായി ഭക്തനായിരുന്നു. അദ്ദേഹം പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ. ശരിയാണോ എന്നോട് ചോദിച്ചാൽ അദ്ദേഹം അങ്ങനെ നുണ പറയുന്ന ആളൊന്നുമില്ല. ആത്മീയവാദിയാവുമ്പോൾ നുണ പറയേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. ഒരു ദിക്കിൽ ഒരുപാട് അഗ്നി ജ്വലിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കണത് അവിടുത്തെ ജനം കണ്ടു നിന്ന് വിസ്മയപ്പെട്ടു എന്നൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞ ആളില്ല, മരിച്ചുപോയി. ഒറ്റപ്പാലത്ത് തോട്ടക്കര എന്ന് പറഞ്ഞ ആളത്തുള്ള ഒരാളായിരുന്നു രവികുമാർ. അപ്പം അദ്ദേഹം നല്ലൊരു ഹിന്ദുവാദിയാണ്, നല്ലൊരു നമുക്ക് വേണ്ടി ഒരുപാട് സേവനം ചെയ്തു. അപ്പം അദ്ദേഹം സായിബാബയുടെ ഈ ഒരു വിനോദം, ഈ ഒരു അത്ഭുത കാര്യം പറയുണ്ടായിട്ടുണ്ട് എന്നോട്. ആരോ ചോദിച്ചു എന്തിപ്പോൾ ഈ അഗ്നിയൊക്കെ ഉള്ളിലേക്ക് ഇതൊക്കെ ഉണ്ടാവുമോ, അപ്പോൾ എന്താ മറുപടി പറയേണ്ടത് എന്ന് ചോദിച്ചു. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഉണ്ടാവും വരെ, ഒരു സംശയമില്ല. സായിബാബ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ അവരെ പോലുള്ളവർക്ക് കഴിയുമെങ്കിൽ ഭഗവാനാ കഴിയാത്തത്. അതുകൊണ്ട് ഉദയതാർത്ഥ അവിതുമാശു പപാത മഹാനലം, ആ മഹാഗ്നിയെ പപാത കുടിച്ചു, ഉള്ളിലേക്കാക്കി കുടിച്ചു. കിമിക ചിത്രമയം കലുതേ മുഖം, ഭഗവാന്റെ മുഖം അഗ്നിയാണ് എന്ന് വിരാട് പുരുഷനിൽ പറയുന്നു. വിരാട് പുരുഷ വർണ്ണനയിൽ എല്ലാ അഗ്നി ഭഗവാന്റെ മുഖത്തുണ്ടെങ്കിൽ ഈ ഒരു ലേശം അഗ്നിപാനം ചെയ്യാനാണോ പിന്നെ ബുദ്ധിമുട്ട്? ഭഗവാന്റെ ഉള്ളിലാണ് സർവ്വ അഗ്നിയും. ഈ ലോകത്തിലത്തെ അഗ്നിയൊക്കെ ഉള്ളതേ, അതിനെയൊക്കെ വഹിക്കാം എങ്കിൽ, ലോകത്തിലുള്ള അഗ്നിയെ മുഴുവനും വഹിക്കാം എങ്കിൽ, ഒരു സ്ഥലത്തുണ്ടായിട്ടുള്ള കുറച്ച് അഗ്നിയെ ദഹിക്കാൻ എന്താ കിമിക ചിത്രമയം. എന്താ അപ്പം അതിൽ അത്ഭുതം? അത്ഭുതമില്ല. കിമിക ചിത്രം, ഇതിലെന്താണ് അത്ഭുതം? അങ്ങയുടെ മുഖമല്ലേ അഗ്നി. ശിഖിനി വർണ്ണതയേവ ഹി പീതത പരിലസത്യധുനാ ക്രിയയാപ്യസോ ഇതിനുദ പശുവേർ മുദിതേർ വിഭോ ഹരഹരേ ദുരിതേ സഹമേഗതാൻ. ഇവിടെ പറയണം, അഗ്നിക്ക് സാധാരണ നിലയ്ക്ക് പീതം എന്ന് പറയാനുള്ള കാരണം നിറം കൊണ്ടാണ്. ഒരു മഞ്ഞയാണല്ലോ അഗ്നി ഉണ്ടാവുക. പിന്നെ അതിൽ നിറവ്യത്യാസം വരുമ്പോഴാണ് ചിലപ്പോൾ നീലിയും ചുവപ്പും ഒക്കെ ആവണത്. ശരിക്കും മഞ്ഞയാണ്, അത്രയും ഒരു തരം മഞ്ഞ ആണ് അഗ്നിയുടെ കളർ എന്നാണ്. ചുവപ്പൊന്നുമല്ല, അഗ്നി ചുവപ്പ് എന്ന് പറയാൻ പറ്റുമോ? ഒരു മഞ്ഞ, കടും മഞ്ഞ എന്ന് വേണമെങ്കിൽ പറയാം. അഗ്നിയുടെ കളർ ശരിക്കും അഗ്നിക്ക് തന്നെ ഉള്ളൂ എന്നൊക്കെ പറയുക. കാവ്യാണോ ചോദിച്ചാൽ കാവ്യല്ല, മഞ്ഞയാണോ ചോദിച്ചാൽ മഞ്ഞയല്ല. എന്തായാലും മഞ്ഞ എന്ന് പൊതുവെ പറയുന്നത് കൊണ്ട് പീതം, പീതാംബരം കരവിരാജിതം, പീതാംബരം മഞ്ഞ വസ്ത്രം, പൊതുവേ നിറം കൊണ്ട് ആ അഗ്നി പീതം എന്ന് പറയപ്പെട്ടു. പരിലസത്യതുനാ ക്രിയയാപ്യസു, ഇപ്പം ക്രിയ കൊണ്ടും ഗുരുവായൂരപ്പ അത് പീതമായി. ക്രിയ കൊണ്ട് എങ്ങനെ പീതാവുക? പീതം കുടിക്കപ്പെട്ട. ഇവിടെ ദേശം വാക്കിൻ്റെ അർത്ഥത്തിൽ കളിച്ചിരിക്കുകയാണ്. അങ്ങനെ എപ്പോഴും ഭട്ടതിരിപ്പാട് ഓരോ പണി ചെയ്യും. ക്രിയ കൊണ്ട് കുടിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലും ഇപ്പോൾ അഗ്നി പീതം ആയി. പീതം പാസീവ് വോയിസ്, കുടിക്കപ്പെട്ട. കർത്തരി കർമ്മണിയാണ്, കർമ്മണി. പീതത അതായത് കുടിക്കപ്പെട്ട. വർണ്ണം കൊണ്ട് മുമ്പേ മഞ്ഞയാണ്, ഇപ്പോൾ ക്രിയ കൊണ്ട് കുടിക്കപ്പെട്ടത് കൊണ്ടും അഗ്നി പീതമായി ഭഗവാൻ കഴിച്ചത് കൊണ്ട്. ശിഖിനി വർണ്ണനയേത ഹി പീതത, ശിഖി എന്ന് പറഞ്ഞാൽ അഗ്നി, വർണ്ണത ഏവ ഹി പീതത, വർണ്ണം നിറം, നിറം കൊണ്ടേണം മുമ്പ് പീതം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴോ കുടിക്കപ്പെട്ടത് എന്നർത്ഥത്തിൽ ക്രിയയാ പരിലസത്യതുനാ ക്രിയയാപ്യസു, ഭഗവാൻ കുടിച്ചത് കൊണ്ടും പീതം എന്ന വാക്ക് അഗ്നിക്ക് ചേർന്നതായി. ഇപ്രകാരം ദേവന്മാർ സ്തുതിച്ചു. കവിയുടെ കൽപ്പനയാണ് കേട്ടോ. ഇതിനുദ പശുബേർ മുദിതേർ വിഭോ, ഇപ്രകാരം ഗോപന്മാരാൽ സന്തോഷിക്കപ്പെട്ടതായിട്ടുള്ള ഭഗവാനെ, ഗോപന്മാരെല്ലാവരും സന്തോഷിച്ചോ, സന്തുഷ്ടരായ ഗോപന്മാരാൽ സ്തുതിക്കപ്പെട്ടു എന്നർത്ഥം. ഇതി നുത പശുബേർ മുദിതേർ, സന്തോഷിക്കപ്പെട്ട പശുപന്മാരാൽ സ്തുതിക്കപ്പെട്ട. ഹരഹരേ ദുരിതേ സഹമേഗതാൻ, അടങ്ങാത്ത രോഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. ഇപ്പോൾ രോഗങ്ങളിൽ തന്നെ പറയണം, പ്ലൂരലാ. കാരണം എത്ര രോഗ, പ്രഷറുണ്ടോ, ഷുഗറുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, എല്ലാം ഉണ്ട്. ഒന്നും ഇല്ലാണ്ടില്ല, ക്ഷാമമില്ലാത്ത രോഗമേ ഉള്ളൂ. അതുകൊണ്ട് പ്ലൂരൽ പറയുന്നത് ദുരിതൈ സഹമേഗതാൻ, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. സർവേശ്വര, ആദ്യം ശരീരം ഉണ്ടെങ്കിലല്ലേ ബാക്കിയൊക്കെ ഉള്ളൂ.
അപ്പോൾ അടങ്ങാത്ത അഹങ്കാരമുള്ള നൃത്തം ചെയ്യുന്ന കാളിയനെ ഒതുക്കിയിട്ടുള്ള അങ്ങേക്ക് എന്തുകൊണ്ടാണ് എൻ്റെ രോഗത്തെ ഒതുക്കാൻ ഇത്ര വിഷമം? അതിനെ അങ്ങൊന്ന് വിചാരിച്ചാൽ ഒതുക്കി നിർത്തിക്കൂടെ ഗുരുവായൂരപ്പ? ഇതിനുത പശുബേർ മുദിതേർ വിഭോ ഹര ഹരേ ഹേ ഹരേ ഹര. ഹരേ എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് ഭഗവാനെ. ഹര എന്ന് പറഞ്ഞാൽ ഹരിച്ചാലും ഇല്ലാതാക്കിയാലും ക്രിയയാണ്. പ്രബുദിദാനത പാലയ പാലയേ ഹൃദയദാർത്തരവാൻ പശുപാലക രക്ഷിക്കണേ രക്ഷിക്കണേ പാലയ പാലയ എന്ന് കരഞ്ഞതായ അവരെ പശുപാലക അവിതുമാശുപപാത മഹാനലം അവരെ അവിതും മഹാനലംബപാത രക്ഷിക്കാനായിക്കൊണ്ട് വലിയ അഗ്നിയെ ഭഗവാൻ ഉള്ളിലേക്ക് ആക്കി ഭക്ഷിച്ചു എന്ന് പറയാം. അത്ഭുതമൊന്നുമില്ല, ഭഗവാന്റെ മുഖത്ത് നിന്നല്ലേ അഗ്നി ഉണ്ടാവണം. കിമിക ചിത്രമയം കലു തേ മുഖം ശിഖിനി വർണ്ണനയേവ കിപീതത പരിലസപ്ത്യധുനാ ക്രിയയാപ്യസോ ഇതിനുത പശുപേർമുദിതേർ വിഭോ ഹര ഹരേ ഹേ ഹരേ രോഗാൻ ഗദാൻ ഹര. ഹേ ഹരേ ഗുരുവായൂരപ്പ മേ ഗദാൻ ഹര, എൻ്റെ രോഗങ്ങളെ ഹരിക്കണമേ. ഹര ഹരേ ദുരിതൈ സഹ മേ ഗദാൻ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.